അപ്പം മച്ചന്മാരെ ദേ ഒരു 6:50 കേട്ടാ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോണേണ്. ഒരു 50 മിനിറ്റ് 6:05 ആയപ്പോൾ ഞാൻ ഓൺലൈനിൽ കയറി ഓൺലൈനിലാക്കി തൃശ്ശൂർക്ക് ഡെസ്റ്റിനേഷനൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നുണ്ട്. ഇതുവരെയായിട്ടും നിലവിൽ അടിച്ചിട്ടൊന്നുമില്ല. ചാലക്കുടി ഭാഗത്തൊക്കെ മറ്റേ സർജൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടാ. അപ്പം എന്തായാലും നിങ്ങൾക്ക് പതുക്കെ നീങ്ങി നോക്കാം. എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമില്ല. എനിക്ക് 9:15 പാസ്പോർട്ട് ഓഫീസിൽ എത്തണം തൃശ്ശൂർ. അപ്പം എന്തായാലും പതുക്കെ തൃശ്ശൂർക്ക് പോയി നോക്കാം. എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് പോവാം. ചാലക്കുടി അപ്പുറത്തെ ആ ഭാഗത്തൊക്കെ കൊടകര ഭാഗത്ത് എന്തായാലും വെയിറ്റ് ചെയ്ത് പോവാം. എന്തായാലും കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ട്. അപ്പം മച്ചാന്മാരെ നമ്മൾ പതുക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീടിൻ്റെ അവിടെ നിന്ന് പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വലുത് അടിക്കുകയാണെങ്കിൽ എടുക്കാം. എന്തായാലും കുറച്ച് നേരം ചാലക്കുടിയിൽ മാക്സിമം ചാലക്കുടി കൊടകര ആ ഒരു ഏരിയയിൽ മാക്സിമം വെയിറ്റ് ചെയ്തിട്ട് പോകണുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ ചെന്നിട്ട് ഇനിയിപ്പോൾ എന്തായാലും നേരത്തെ ഇറങ്ങി 9:15 എത്തിയാൽ മതി. പക്ഷെ എന്നാലും ഇനിയിപ്പോൾ തൃശ്ശൂർ ചെന്നിട്ട് ഓടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടണത് വലിയ ലോങ് എങ്ങാനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ പല സ്ഥലത്തും പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അങ്ങനെ പല സ്ഥലത്തേക്കും പോകുമ്പോൾ ഇങ്ങനെ എന്താ പറയുക ടൈം ഉണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഓട്ടോ എടുത്ത് പോകും. പിന്നെ ലാസ്റ്റ് എത്തേണ്ടടുത്ത് കൃത്യസമയത്തിന് എത്താറില്ല. അപ്പം അതുകൊണ്ട് എന്തായാലും നമുക്ക് ഇവിടെ മാക്സിമം കിട്ടുമെന്ന് നോക്കിയിട്ട് പോവാം. ഇവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ എടുക്കണ്ട എന്നുള്ളൊരു മൈൻഡാണ്. അപ്പോൾ ഏതെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ഇനി ഒന്നും പറ്റില്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഒല്ലൂരൊക്കെ എത്തുമ്പോൾ എന്തായാലും അടിക്കായിരിക്കും. അപ്പോൾ അത്യാവശ്യം ഇവിടെ നേരം കുറച്ച് നേരം എന്തായാലും ഒരു 1/4 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ട് പോവാം. പോട്ട ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഹൈവേക്ക് കടക്കണ ആ ഒരു എൻട്രൻസിലെത്തിയിട്ടുണ്ട്. ഇതുവരെയായിട്ടൊരു രക്ഷയുണ്ടായിരുന്നിട്ടില്ല. സർജൊക്കെ പോയിട്ടാണ് അവരെ ചാലക്കുടി ഭാഗത്ത് കാണിച്ചിട്ടുണ്ടായിരുന്ന അതൊക്കെ പോയി. ഇനിയിപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും തൃശ്ശൂർ പോയി കഴിഞ്ഞാൽ ഓടണത് ഒരു ചടങ്ങാണ്. അപ്പോൾ എന്തായാലും ഒരു 15 മിനിറ്റ് കൂടി ഇവിടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയി. 15 മിനിറ്റ് കൂടിയും അല്ലെങ്കിൽ ഒരു 20 മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ട് പതുക്കെ തൃശ്ശൂരിലേക്ക് ചലിക്കാം. വല്ലതും കിട്ടുകയാണെങ്കിൽ എടുത്തിട്ട് പോവാം. അല്ലെങ്കിൽ പിന്നെ ഇനി അപ്പം മച്ചന്മാരെ നമ്മളത് കിടന്നിടത്തുനിന്ന് പതുക്കെ ഇറങ്ങിയിട്ടാ. കിടന്നതിൻ്റെ ഈ ഓപ്പോസിറ്റാണ് അവിടെയായിട്ടാണ് നമ്മൾ കിടന്നിരുന്നത്, ബോഡീൻ്റെ അപ്പുറത്തായിട്ട്. അപ്പോൾ അത് നമ്മളത് ഇപ്പോൾ തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കുക. 8:10 സമയം. ഇപ്പോൾ ഇതുവരെയായിട്ട് ഒരു ഓട്ടം പോലും അടിച്ചില്ല. സർജൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടാ. പക്ഷേ കാര്യമൊന്നുമില്ല. അതെനിക്ക് തോന്നുന്നു ഒക്കെ എറണാകുളത്തേക്കാന്ന് തോന്നുന്നുണ്ട്. തൃശ്ശൂർക്കാർക്കും പോകണ്ടാന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് എന്തായാലും പതുക്കെ പോയി നോക്കാം. ഇനിയിപ്പോൾ പോയില്ലെങ്കിൽ ചിലപ്പോൾ ഇനി ഓട്ടോ അടിച്ചില്ലെങ്കിൽ പിന്നെ ഓട്ടോ അടിക്കുകയാണെങ്കിൽ പറഞ്ഞ മാതിരിയേ ലോങ് ആണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ ഇനി അവിടെ എത്താൻ നേരം വൈകുകയാണെങ്കിൽ റെഡി ആവില്ല. അപ്പം എന്തായാലും ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാനുള്ള പ്ലാനില്ല. എന്തായാലും ഒല്ലൂരൊക്കെ എത്തുമ്പോൾ എന്തായാലും അടിക്കുമായിരിക്കും. അപ്പം എന്തായാലും പതുക്കെ പോവാം. സാധാരണ ഇവിടെയൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇന്ന് തീരെ ബ്ലോക്ക് കുറവാണ്. ഇപ്പോൾ പേരാമ്പ്ര ആ ഭാഗത്താണ്. ഇവിടെ ഇപ്പോൾ ഹൈവേയിൽ മൊത്തം പാലമണിയല്ലേ, മറ്റേ എന്താണ് സിഗ്നൽസും യൂ ടേൺസൊക്കെ ഒഴിവാക്കല്ലേ. അപ്പോൾ എന്തായാലും അത് കാരണം ഇപ്പോൾ കുറേ സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് വലിയ ബ്ലോക്കൊന്നും കിട്ടില്ല കേട്ടോ. എന്താണെന്ന് അറിയില്ല, ഭാഗ്യമുണ്ട് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു തൃശ്ശൂർ ഭാഗത്തേക്ക് പോയിപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു. ഒരു 3/4 മണിക്കൂറോളം നിന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ ഊടുവഴിക്കൂടൊക്കെ കയറി പോവുക ചെയ്തേ. ഇന്നെന്തായാലും ആ ഒരു ബുദ്ധിമുട്ട് വന്നില്ല. ഇനിയിപ്പോൾ ആമ്പല്ലൂരും കൂടിയും ഇതേമാതിരി ഒരു ഇതുണ്ട്. ആമ്പല്ലൂർ ബ്ലോക്ക് മിക്കതും കിട്ടാണ്ട് ഞാൻ ടോൾ എടുക്കാണ്ട് പോകാനുള്ളൊരു പ്ലാനിങ്ങിലാണ് നിൽക്കണത്. ഓട്ടം കിട്ടാച്ച സുഖമില്ല, കുഴപ്പമില്ല, ടോൾ അവർ കൊടുത്തോളില്ല. അങ്ങനെ നമ്മളതേ പതുക്കെ ആമ്പല്ലൂർ എത്തിയിട്ടാ. ഒരടി പോലും വന്നില്ല. വെറുതെ വീട്ടിൽ കിടന്നാൽ മതിയായിരുന്നു. വീട്ടിൽ കിടന്നാൽ മതിയെന്നില്ല, ആ ടൈമിങ്ങിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയാൽ മതിയായിരുന്നു. ഏതെങ്കിലും ഓട്ടം കിട്ടണമെങ്കിൽ സുഖാലോ എന്ന് ചോദിച്ചിട്ട് ഇറങ്ങിയതാ. ഇതിപ്പോൾ വെറുതെ പോയി. ഇവിടെയും ബ്ലോക്കൊന്നും ഇല്ല കേട്ടാ. എന്താണെന്നറിയില്ല, എനിക്ക് തോന്നുന്നു എല്ലാവരും വേറെ വഴി കൂടെ ഒക്കെ പോകണ്ടെന്ന് തോന്നുന്നു. പത്രത്തിലൊക്കെ കണ്ടിരുന്നു ഈ ഭാഗത്തേക്ക് വരാണെങ്കിൽ ഇന്ന വഴി കൂടെ ഒക്കെ കയറി പോകാനൊക്കെ പറഞ്ഞ് കാണിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാന്ന് തോന്നുന്നു ഒരാൾ ഈ വഴിക്കില്ല തോന്നുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്ക് കൺഫ്യൂഷനായില്ല. ഇതിൽ കൂടെ പോകണം. ഇനിയിപ്പോൾ നേരെ ഇതിൽ കൂടെ തന്നെ പോവാട്ടാ. എന്തായാലും ടോൾ എടുക്കാണ്ട് ചിറ്റിശ്ശേരി വഴി ഇറങ്ങി പോവാം. മറ്റേ വഴി കൂടെ പോകണത് നല്ലത്. കാരണം മറ്റേ നല്ല അടിപൊളി വഴിയാണ് കേട്ടോ. ഇച്ചിരി വഴി മോശമാണ്. പക്ഷേ ഇതിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒല്ലൂരിൽ നിന്നൊക്കെ ഒരു അടിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വഴി കൂടെ പോകണം. വഴി മോശമാണെങ്കിലും എന്തായാലും ഒല്ലൂരിൽ നിന്ന് അടിച്ചിട്ടേ പോകണുള്ളൂ. നോക്കട്ടെ, അടിക്കുമെന്ന് നോക്കാം നമുക്ക്. അങ്ങനെ നമ്മളിതാ ടോളിൻ്റെ അടുത്തെത്തി. ഇനിതാ റൈറ്റ് തിരിഞ്ഞ് പോവാട്ടാ. ടോൾ എടുക്കാണ്ട് താഴേക്ക് പോകുന്നു. അപ്പോൾ റൈറ്റ് തിരിഞ്ഞു. ഇതാ തുടങ്ങി കട്ടർ തുടങ്ങി കേട്ടാ. വണ്ടികളൊക്കെ ഇഷ്ടം പോലെ ഇതിൽ കൂടെ പോകുന്നുണ്ട്.
ടോളുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. ടോളിൻ്റെ അല്ല, ടോളിൻ്റെ മാത്രമല്ല, ഈ വഴി തൃശ്ശൂർ മൊത്തം ഇങ്ങനെ തന്നെയാണ്. എന്താ പറയുക, തൃശ്ശൂർ എവിടെ പോയാലും ഏറ്റവും കൂടുതൽ വഴി മോശം വഴി. ആ സ്ഥാനത്ത് എറണാകുളത്താണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഉൾവഴിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് എന്താ പറയുക റബ്ബറൈസർ റോഡുകളായിരിക്കും, ഏറ്റവും കുഞ്ഞു വഴിയാണെങ്കിൽ പോലും. പക്ഷെ ഇവിടെ നേരെ തിരിച്ച റബ്ബറൈസറും അല്ല, എന്നാ വഴിയാണെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞു. ഇതുവരെയായിട്ടും ആ കുന്നംകുളം വഴിക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഗുരുവായൂരൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എപ്പോഴും ഞങ്ങളൊക്കെ എന്താ മറ്റേ അമല ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പാവർട്ടി ആ ഒരു വഴി കൂടെ പോവുക. വഴി കൂടെ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഭയങ്കര ബ്ലോക്കാണ്. വൈകുന്നേരമൊക്കെ കഴിഞ്ഞ് വഴിയൊക്കെ പണിയാൻ വേണ്ടിയിട്ട് പൊളിച്ചിട്ടേക്കാണ്. മുന്നേ പണിതേക്കണ ഭാഗമൊക്കെ പൊളിച്ചിട്ടേക്കാണ് കേട്ടോ. ഞാനൊരു 2-3 മാസം മുമ്പ് തൃശ്ശൂരൊക്കെ ഓടാൻ വന്നിരുന്ന സമയത്ത് കോൺക്രീറ്റൊക്കെ ചെയ്തിരുന്ന വഴിയൊക്കെ ഇതിപ്പോൾ പൊളിച്ചിട്ട് വീണ്ടും എന്താണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം എന്തോ കോൺട്രാക്ടർ മാറിയെന്നോ മുന്നേ ചെയ്തവരായിട്ട് എന്തോ തർക്കമായിരുന്നു എന്നൊക്കെ പറയണ്ടായിരുന്നു. എന്നിട്ടെന്നായാലും നമുക്കറിയില്ല. എന്തായാലും വഴി ചൊവ്വനാക്കി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നന്നായി. എന്തായാലും ഇതുവരെയായിട്ടൊരു അടി കിട്ടിയില്ല. മറ്റേ വഴി കൂടെ പോയാൽ മതിയായിരുന്നു. ഇതിപ്പോൾ ഇത്ര നേരം വലിയ മോശമൊന്നുമില്ല, പക്ഷെ എന്നാലും ഇതിൻ്റെ അപ്പുറത്തേക്ക് കംപ്ലീറ്റ് മോശമാണ്. അതിൽ ഫ്രണ്ടിൽ വണ്ടിയുള്ള കാരണം ശരിക്കും കാണാൻ പറ്റില്ല കേട്ടാ. ക്യാമറ കൂലിങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ അപ്പുറത്തെ കൂടെ ഇപ്പുറത്തെ കൂടെയൊക്കെ ഇങ്ങനെ പതുക്കെ വെട്ടിച്ച് പോകണമെന്നുള്ളൂ. കണ്ട വലിയ വലിയ കുഴികളാണ്. അപ്പം എന്തായാലും നമുക്ക് പതുക്കെ പോവാം. ഊബർ ചത്തു തോന്നുന്നുണ്ട് കേട്ടാ. കണ്ട വഴിയുടെ അവസ്ഥ നോക്കി. കണ്ട ഇതാണ് വഴിയുടെ അവസ്ഥ. ഇതിലും വലിയ ടോൾ കൊടുത്ത് പോണതാട്ടാ. പിന്നെ നമ്മൾക്ക് പിന്നെ എന്നാലും 90 രൂപ കൊടുക്കണ്ടേ എന്നുള്ളൊരു മൈൻഡിലാണ് ഇതിൽ കൂടെ പോണേ. പിന്നെ അത് മാത്രമല്ല, ഇതിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഒരു ഓട്ടം കിട്ടും എന്നുള്ളൊരു മൈൻഡിലാണ്. ഞാനിതിൽ കൂടെ വരില്ല ശരിക്കും പറഞ്ഞാൽ. മറ്റേ എന്താ പറയുക, മറ്റേ കല്ലൂര് ആ ഒരു വഴി കൂടെ പോവാറ് സാധാരണ ടോൾ എടുക്കാണ്ട്. പക്ഷെ ആ വഴി കൂടെ പോയി കഴിഞ്ഞാൽ നേരത്തൊന്നും ഓട്ടം കിട്ടാൻ ചാൻസ് ഇല്ല. അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ മരത്താക്കര വന്ന് കയറണം. പിന്നെ അവിടെ നിന്ന് ഒല്ലൂർക്ക് വീണ്ടും തിരിഞ്ഞ് കയറേണ്ടി വരും. അപ്പോൾ ഇതിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഓട്ടം കിട്ടും എന്നുള്ളൊരു മൈൻഡിലാണ് വന്നത്. എൻ്റെ പുഴയിലൊക്കെ നല്ല വെള്ളമുണ്ട് കേട്ടാ. അങ്ങനെയാണ് കാര്യങ്ങൾ. ഊബർ എന്താന്ന് തോന്നുന്നു ചത്തുന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഊബർ ഓൺ തന്നെയല്ലേ? ആ ഓൺ തന്നെയാണ്. അവിടെ എടുക്കണുണ്ട്. ശരി രക്ഷയില്ല കേട്ടോ. നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ വീഡിയോ എടുക്കണത് ഊബർ ഓൺ ആക്കണത് ഒരു ഫോണിലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. വേറെ ഫോണൊന്നും എടുത്തിട്ട് വേണം ഇങ്ങനെ ഇതാക്കാനും. എപ്പോഴും ഊബർ ഓടുമ്പോൾ 2 ഫോൺ ഉണ്ടാവുന്നത് നല്ലതാണ്. കാരണം ഇപ്പം എറണാകുളത്തൊക്കെ ഓടാണെന്നുണ്ടെങ്കിൽ 3-4 ആപ്പൊക്കെ നമ്മൾ ഓണാക്കി വെച്ചിട്ട് ഓടേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ. ഊബർ, ഓല, യാത്രി, റാപ്പിഡോ കുറേ എണ്ണം ഉണ്ടല്ലോ. ഇനിയും പുതിയതൊക്കെ ഇറങ്ങും. അപ്പം പിന്നെ ഇതൊക്കെ നമ്മൾ ഓണാക്കി വെക്കാൻ നിൽക്കേണ്ടി വരും. അപ്പം അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയൊരു ഫോൺ എടുക്കണത് നല്ലത്. കാരണം ഫോണൊക്കെ ഭയങ്കര ഹീറ്റാവും. ഇപ്പം വെയിലധികം ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ. വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഫോണൊക്കെ ആ സ്റ്റാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ എപ്പോൾ ചൂടായി മതി എന്ന് പറയും. മുന്നുണ്ടായിരുന്ന എനിക്കൊരു ഫോണ് ഏത് നേരം അതിൻ്റെ മറ്റേ എന്താണ് ഡിസ്പ്ലേ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് വീഴും ഹീറ്റായിട്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ ആ പരിപാടി നിർത്തി. ഇപ്പോൾ ഓട്ടോ ചെയ്യാത്ത സമയത്ത് ഈ സീയുടെ അവിടെ വെറുതെ ഒരു കൈ വെച്ച് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോഴേ ഹീറ്റ് പറയും. പിന്നെ അതേമാതിരി തന്നെ യാത്രയൊക്കെ ഞാൻ നിർത്തി, ഉപേക്ഷിച്ച്. ഒന്നാമത് ഓട്ടം ഇല്ല. ഓട്ടം കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ എന്നാലും ഓട്ടം ഇല്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഭയങ്കര ഹീറ്റ്. വെറുതെ നമ്മൾ ഓട്ടം ഇല്ലാണ്ട് മൊബൈൽ നശാക്കേണ്ട കാര്യമില്ലല്ലോ. അതേപോലെ തന്നെ ഹീറ്റായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഫോണൊക്കെ ഹാങ് ആവും. വെറുതെ എന്തിനീ ആവശ്യമില്ലാത്ത പരിപാടിയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ആ പരിപാടി നിർത്തി. എന്തായാലും ഒരു ഫോൺ മേടിക്കണം. ജൂൺ മാസമൊക്കെ ആയി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് എന്തായാലും ഇറങ്ങും. എനിക്കിപ്പോൾ ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പരിപാടികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ജൂൺ മാസമൊക്കെ ആയി കഴിയുമ്പോഴേക്കും ഒരു ഫോണ് പറ്റിയെങ്കിൽ എടുക്കണം. എൻ്റെ ഊബറെ നീ ഇതൊന്നും കാണുന്നില്ലേ? ഊബർ ഒരു രക്ഷയില്ലാട്ടാ. ഊബറിനൊരു സ്നേഹമില്ലെന്ന് തോന്നുന്നു. ഞാൻ ഓടാത്തോണ്ടാന്ന് തോന്നുന്നു. ഞാനിപ്പോൾ കുറച്ച് ദിവസമായില്ല ഓടിയിട്ട്. അതുകൊണ്ടാന്ന് തോന്നുന്നു ഒരു സ്നേഹമില്ല ഊബറിന്. എൻ്റെ ഊബറെ നീ ഇത് കേൾക്കണില്ലേ? ഊബറേ ഊബറേ ഓട്ടം തരൂ. പാട്ടൊക്കെ പാടി പോവാ. അതാ നടക്കുള്ളൂ. എന്തായാലും വഴി ഇങ്ങനെയായ കാരണം നല്ല രസമുണ്ട് കേട്ടോ. വണ്ടി അങ്ങോട്ട് ഇങ്ങനെ വെട്ടിച്ച് പോവാൻ. സ്റ്റിയറിങ് വെറുതെ തിരിച്ച് കളിക്കുക. വലിയ കുഴിയാണല്ലോ. ഇപ്പോഴത്തെ വഴി എടുക്കാട്ടാ. ഇയാൾക്ക് സുഖാട്ടാ, ഇലക്ട്രിക് ആയതുകൊണ്ട്. ടോൾ എടുക്കാണ്ട് പോണതാ ലാഭം. മട്ടാഞ്ചേരി രജിസ്ട്രേഷനാണ്.
പുള്ളിക്ക് ലാഭമാണ്, കാരണം ഇച്ചിരി കുടുങ്ങിയാലും കുഴപ്പമില്ലല്ലോ, വേറെ സാധനങ്ങളൊന്നുമില്ല, പുത്തൻ വണ്ടിയാണ്. എന്തായാലും EVക്ക് നല്ലത് തന്നെയാണ്. പക്ഷേ EVക്ക് ഈ വഴി കൂടെ പോണേലും നല്ലത് മറ്റേ വഴി തന്നെയാണ് കേട്ടോ, കല്ലൂർ വഴി. എന്തായാലും അവർക്ക് 1 കിലോമീറ്റർ ഈ വഴി കൂടെ വരുന്നതിലും കൂടുതൽ പോയാൽ മതി. പക്ഷെ വേറെ കാര്യമുണ്ട്, 1 കിലോമീറ്റർ കൂടുതൽ മറ്റേ കൂടെ പോയാലും തൃശ്ശൂർ ഭാഗത്തേക്ക് പോണവർക്കാണെങ്കിൽ ബെറ്റർ ഓപ്ഷൻ ആ വഴി തന്നെ കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി വഴിയാണ്. നമുക്ക് ഇപ്പോൾ ഈ വഴി കൂടെ നമ്മൾ 10 മിനിറ്റ് 12 മിനിറ്റ് എത്തുമ്പോൾ മറ്റേ വഴി കൂടെ നമുക്ക് എന്താ പറയുക, ഒരു 80 കിലോമീറ്റർ സ്പീഡിലെങ്കിലും ഫുൾ ടൈം ആ വഴി കൂടെ പോവുക. ആകെ ഒരു 3-4 സ്ഥലത്ത് ഹമ്പുണ്ട്, അവിടെ മാത്രം ഒന്ന് ചവിട്ടിയാൽ മതി. ഞാനിത് വീട്ടിൽ നിന്ന് കഴുകിയിട്ട് ഇറങ്ങിയതാട്ടോ വണ്ടി. ഇപ്പോൾ ഇതിൽ കൂടെ പോയി കഴിഞ്ഞാൽ അങ്ങനെയാണോ അവിടെ എത്തുമ്പോഴേക്കും വീണ്ടും കഴിക്കേണ്ടി വരുമോ എന്തോ. പക്ഷെ മറ്റേ കൂടെ പോയാൽ മതിയായിരുന്നു, ഓട്ടം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഒല്ലൂരെങ്ങാനും ചെന്നിട്ട് ഓട്ടം കിട്ടിയില്ലെങ്കിലാണ് ദേഷ്യം വരാം. ഇപ്പം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അതായിരുന്നു അവസ്ഥ, ഓട്ടം കിട്ടാത്ത കാരണം. ഇനിയിപ്പോൾ ഓട്ടം കിട്ടിയില്ലെങ്കിൽ പിന്നെ തൃപ്തി. ദൈവമേ, ഒരു ഒല്ലൂരിന്ന് എന്തെങ്കിലും ഒരു ഒല്ലൂരിന്ന് ഇപ്പോൾ കിട്ടാ ചിലപ്പോൾ അത്ര വലിയ ഓട്ടം ഒന്നും ആയിരിക്കില്ല, ചിലപ്പോൾ ഒരു 100 ചില്ലാനൊക്കെ കിട്ടുള്ളൂ. എന്തെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ളൊരു മൈൻഡിലാണ്. എന്തായാലും നോക്കാം. ഇങ്ങനെ നമ്മൾ നല്ല റൂട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കേസ്. ഇനിയിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഇനി നമുക്ക് സുഖമായിട്ട് പോവാം. ഇനി പെട്ടെന്ന് എത്തും, ഇതുവരെ എത്താനുള്ളൊരു ബുദ്ധിമുട്ടുള്ളൂ. അങ്ങനെ മച്ചാമാരെ നമ്മൾ ഒല്ലൂരെത്തിയിട്ടാ, ഒരു രക്ഷയില്ലായില്ല. ഇനിയിപ്പോൾ എന്തായാലും ഒരു 10 മിനിറ്റ് നോക്കാം, അത്രയേ ഉള്ളൂ, അത്രയും സമയമേ ഉള്ളൂ എനിക്ക്. അല്ലെങ്കിൽ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കെട്ടോട്ട് അടിക്കാൻ. ഇപ്പോൾ സമയം 8:41 അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ട്രിപ്പ് ഇട്ടത്. 33 കാണിക്കണം. അപ്പോൾ ഒരു 35 കിലോമീറ്ററോളം നമ്മൾ വീട്ടിൽ നിന്ന് ഓടി. ഒരു രക്ഷയുണ്ടായില്ല. വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു. വെറുതെ നേരത്തെ ഇറങ്ങി, ഒരു ഓട്ടം കിട്ടുകയാണെങ്കിൽ സുഖമായില്ലോ എന്ന് വിചാരിച്ചിട്ട് നേരത്തെ ഇറങ്ങിയതായി. അവിടെ എന്നാൽ പോയ പോക്കിന് സുരു പോയിട്ട് 2 ലോക്കലെങ്കിലും ഓടിയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുള്ളൂ, ഓടണമെന്ന് ചോദിച്ചാൽ നേരത്തെ പോയി കഴിഞ്ഞാൽ ഓട്ടം കിട്ടൂല. അല്ലാണ്ട് ഇവിടെ കിടന്നു കഴിഞ്ഞാൽ അതോ അതിലും വലിയ കഷ്ടമായിപ്പോൾ. അങ്ങനെയാണ്. എന്തായാലും ഇവിടെ ഒരു 10 മിനിറ്റ് കിടക്കാം. എന്തായാലും കിട്ടിയാലോ, വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്തായാലും കിടക്കാം. അപ്പോൾ അവിടെ നേരത്തെ പോയിട്ടും കാര്യമില്ലല്ലോ. അപ്പം എന്തായാലും കിടന്നു നോക്കാം. അങ്ങനെ നമുക്ക് ട്രിപ്പ് അടിച്ചതെന്ന് പറയുന്നത് നമ്മൾ മറ്റേ ടോൾ എടുക്കാണ്ട് കല്ലൂർ വഴി പോകാന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഭാഗത്തു നിന്നായിട്ട് ട്രിപ്പ് അടിച്ചാൽ മതി. അധികം ആ വഴി കൂടെ പോയാൽ മതിയായിരുന്നു. വെറുതെ ഈ കുണ്ടുകുടി വഴി ചാടിപ്പോയി, ട്രിപ്പും കിട്ടിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് 12 കിലോമീറ്റർ ഉണ്ട്, 20 മിനിറ്റ് കാണിച്ചു. പക്ഷെ അവിടെ നിന്ന് നീങ്ങിയപ്പോഴത്തേനും 24 മിനിറ്റ് കാണിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ക്യാൻസൽ ചെയ്യാം. ആ കസ്റ്റമറിനെ വിളിച്ചപ്പോൾ പറഞ്ഞത് കുട്ടനെല്ലൂർക്കാണെന്ന്. നമുക്ക് തൃശ്ശൂർക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മുടെ 9:15 ആകുമ്പോഴേക്കും അവിടെ എത്തൂല. അപ്പോൾ അതുകൊണ്ട് അവർ വിളിച്ച് ഞാൻ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ കസ്റ്റമർ പറഞ്ഞു എനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, നമ്മളോട് ക്യാൻസൽ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മളാ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തത് നോക്കാം. നമ്മളിതാ കറക്റ്റ് പോകാൻ നേരത്തെ ഒരു ട്രിപ്പ് അടിച്ചിട്ടാ പാട്ടൂരിക്കലേക്ക് 160 രൂപയുണ്ട്. അപ്പോൾ എന്തായാലും പോയോക്കാട്ടാ. അപ്പം മച്ചാമാരെ നമ്മൾ പാസ്പോർട്ട് ഓഫീസിലൊക്കെ പോയി തിരിച്ചത് ഇപ്പോൾ ഒരു 11 മണി ആയിട്ടുണ്ട് കേട്ടോ. 9:15 എത്തേണ്ടടുത്ത് 9:45 ഞാൻ അവിടെ എത്തിയത്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ പ്രശ്നമില്ലാണ്ട് ഡിലേ ചെയ്യാണ്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു കുട മേടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു കുടയൊക്കെ മേടിച്ചത് ഇവിടെ വെറുതെ ഇരിക്കുകയാണ്, ഓൺലൈനിലാക്കിയിട്ടുണ്ട്. ഇനി വെറുതെ അടിക്കുമെന്ന് നോക്കാം. എന്തായാലും ഇപ്പോൾ 11 മണി ആയിട്ടാ ഓണാക്കിയപ്പോൾ. അങ്ങനെ 53 കിലോമീറ്റർ ഓടിയിട്ടാ രാവിലെ. പിന്നെ ഫസ്റ്റ് ട്രിപ്പ് 3.5 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ടായിരുന്നു പിക്കപ്പ്. തൃശ്ശൂർക്ക് തന്നെയായിരുന്നു. അതിനത്ര 174 രൂപ ക്യാഷ് കിട്ടിയിട്ടാ. അപ്പം എന്തായാലും അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടാ. അപ്പം മച്ചന്മാരെ തൃശ്ശൂരിൽ നിന്ന് പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരൂര് ഭാഗത്തേക്ക് ഒരു ട്രിപ്പ് കിട്ടിയിട്ടാ. അപ്പം അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 217 രൂപയായിരുന്നു കേട്ടോ ചാർജ് വന്നത്. അപ്പം എന്തായാലും ഇനിയിപ്പോൾ അടുത്തതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. 1.25 കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ പിക്കപ്പ് പോയിന്റ്. ഇവിടൊക്കെ അങ്ങനെയാണ്. എറണാകുളത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 100 മീറ്റർ 200 മീറ്റർ 500 1 കിലോമീറ്റർ. ഇവിടെ ഏറ്റവും കുറവ് 1.25 കിലോമീറ്റർ 1 കിലോമീറ്ററൊക്കെ ഉണ്ടാവും കുറഞ്ഞത് പിക്കപ്പ് പോയിന്റ്. അപ്പം അങ്ങനെയാണ് തൃശ്ശൂരിലെ അവസ്ഥകൾ. പിന്നെ പോണ വഴികളൊക്കെ ആണെങ്കിൽ അത്ര നല്ല വഴികളൊക്കെയാണ്. ഇപ്പോൾ കുറച്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. മച്ചാമാരെ 11 മണിയായപ്പോൾ തിരൂര് എത്തിയതാണ് കേട്ടോ ആ പിക്കപ്പ്. അത് കഴിഞ്ഞിട്ട് ഒന്നും അടിച്ചിട്ടില്ല. ഇപ്പോൾ സമയം കണ്ട 12:17. ഇതുവരെയായിട്ട് ഒരു രക്ഷയില്ല കേട്ടാ. ഞാനിവിടെ തന്നെ വെയിറ്റിങ്. ഭയങ്കര ചൂടായിരുന്നത്, AC-യിൽ കിടക്കാം. ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ.
ഇനിയിപ്പോൾ പതുക്കെ നീങ്ങി നോക്കാമെന്ന് വിചാരിക്കുന്നു. ഒരു രക്ഷയില്ലാട്ടാ, ഭയങ്കര മോശമാണ്, പറ്റൂല. അങ്ങനെ ട്രിപ്പ് അടിച്ചേക്കണത് നമുക്ക് വൈപ്പിനിക്ക് കേട്ടോ. 4 കിലോമീറ്ററും നമുക്ക് പിക്കപ്പ് പോയിന്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും അവിടേക്ക് പോയി ഇവിടുന്ന് എങ്ങനെയെങ്കിലും കഴിച്ചിലാവാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. 800 സംതിങ് റേറ്റാണ് നമുക്ക് കാണിച്ചിരുന്നത്. അതിൽ ടോൾ അടക്കം പോട്ടാ, ബാലൻസ് ഒന്നുമില്ല, ടോളും കൂടി കൊടുക്കണം. അപ്പോൾ ഒന്നുമില്ല, എന്തായാലും പോയി വെക്കാം. നമ്മളിത് മെഡിക്കൽ കോളേജിൽ നിന്നായിരുന്നു ടോട്ടം വൈപ്പിനിക്ക് അടിച്ചേക്കണത്. 915 രൂപയാണ്. അവിടെ എത്തുമ്പോൾ എന്തായാലും 915 ഉണ്ടാവില്ല, എന്തായാലും ഒരു 800 സംതിങ് ഒക്കെ ഉണ്ടാവുള്ളൂ. 850 ആയിരിക്കുള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയില്ല, എന്തായാലും 10-70 കിലോമീറ്റർ ഉണ്ടാവും തോന്നുന്നു. ആ സാധനത്ത് ഇപ്പോൾ എറണാകുളത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ എന്താ പറയുക, എറണാകുളത്ത് എങ്ങാനാണെന്നുണ്ടെങ്കിൽ ഓടണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇത്രയും കിലോമീറ്റർ ഓടണതിന് ഒരു 1500 രൂപ തന്നേനെ. ഭയങ്കര ഷോ ആണ് തൃശ്ശൂർ. എന്തായാലും ഇവിടെ നിന്ന് കഴിച്ചിലാവാൻ പറ്റും നമുക്ക്. എന്തായാലും ഇവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടു പോകട്ടാ. ഇവിടുന്ന് കറങ്ങിയിട്ടാ ഈ മെഡിക്കൽ കോളേജിൻ്റെ ലൊക്കേഷനിൽ ആളില്ല, ആളുടെ ഫാദറാണ് നിൽക്കണത്. പുള്ളീനെ വിളിച്ചപ്പോൾ എവിടെയോ ഹോട്ടലിന് അവിടെ നിൽക്കാന്നൊക്കെ പറയണേ. എന്തായാലും നമുക്ക് നോക്കാം. ട്രിപ്പുകളെ ക്യാൻസൽ ചെയ്തു കേട്ടോ ഞാൻ. അതിനകത്ത് കയറിയിട്ട് അവിടെ വാ ഇവിടെ വാ അവിടെ ഇതാണ് ഓരോരുത്തർ ചോദിക്കുമ്പോൾ അവർ അവിടെ പറയും പിക്കപ്പ് ലൊക്കേഷനിലൊന്നല്ല ആൾ നിൽക്കണേ. പിന്നെ വിളിച്ച ആളല്ല വരണത്, എന്തേ അപ്പം ആള് വിളിച്ചുകൊണ്ടിരിക്കണ്ട ആളല്ല, സംസാരിക്കണ ആളല്ല ബുക്ക് ചെയ്തത്. പുള്ളിയുടെ നമ്പർ എന്നിട്ട് എനിക്ക് തന്നു. പുള്ളീനെ വിളിക്കുമ്പോൾ പുള്ളി അവിടെ നിൽക്കുക ഇവിടെ നിൽക്കുക അങ്ങനെയൊക്കെ പറയും. ഇവിടെ ഞാൻ ഓരോരുത്തരുടെ ചോദിക്കുമ്പോൾ ഓരോരുത്തർ ഇവിടെയാണ് അവിടെയാണെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ കിടന്ന് കറങ്ങാം. ഭ്രാന്ത് പിടിച്ചു. എന്നിട്ട് ഞാനൊരു സ്ഥലത്തേക്ക് ചെല്ലാന്ന് പറഞ്ഞു. ആ സ്ഥലം എനിക്കറിയാം, അവിടേക്ക് ചെല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി പറയാ ഞാൻ നിങ്ങൾ നിൽക്കുന്നിടത്തേക്ക് വരാം, അങ്ങോട്ട് വരാമെന്ന് പറയണേ. ഞാൻ ലാസ്റ്റ് ക്യാൻസൽ ചെയ്തു. ഇതിപ്പോൾ ഞാൻ 1 മണിക്കൂർ അതിന് വേണ്ടിയിട്ട് കാട്ടിക്കളഞ്ഞു കേട്ടാ. ഇപ്പോൾ 1 മണിക്കൂർ മാത്രമല്ല, ഞാൻ അതിനകത്ത് തന്നെ എത്ര കിലോമീറ്റർ കിടന്ന് കറങ്ങിയെന്നറിയോ? ഒരു കുറഞ്ഞത് എനിക്ക് തോന്നുന്നു ഒരു 10 കിലോമീറ്റർ എങ്കിലും ഞാൻ അതിൻ്റെ അകത്ത് ഈ 800 ചില്ലാൻ്റെ ഓട്ടത്തിന് വേണ്ടിയിട്ട് കിടന്ന് കറങ്ങി. ദൈവം, എനിക്ക് ഭ്രാന്ത് പിടിക്കണ്ടേ. ഞാൻ ചിലപ്പോൾ ദേഷ്യം വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഭ്രാന്തായി എൻ്റെ ദൈവമേ. പിന്നെ അത് മാത്രമല്ല, അതിനകത്ത് കയറിപ്പോയാണെങ്കിൽ അവിടുത്തെ ടാക്സി ഡ്രൈവർമാരും ഓട്ടോറിക്ഷക്കാരും ഊബറാണോ ഞാൻ ഓരോരോ സ്ഥലം ചോദിക്കുമ്പോൾ തന്നെ ഊബറാണോ അല്ലല്ല നമ്പറാണ് വിളിച്ചു വരണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നു. എന്തായാലും ഇനി ആ ട്രിപ്പ് കിട്ടിയാലും ഞാൻ എടുക്കണില്ല. അവർക്ക് വണ്ടി കിട്ടരുത്, അവരെ ഏതെങ്കിലും മറ്റേ പ്രൈവറ്റ് ടാക്സി ഏതെങ്കിലും വിളിച്ച് പോട്ടെ, എന്നാലും പഠിക്കുള്ളൂ. മച്ചാമാരെ നമുക്ക് അടുത്തൊരു ട്രിപ്പും കൂടി അടിച്ചിട്ടുണ്ട്. ഒരു 200 സംതിങ് അയ്യന്തോളൊക്കെയാണ്. അപ്പോൾ എന്തായാലും എടുക്കാൻ പോവാം. പ്രാന്ത് പിടിച്ചിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയതാണ്. അപ്പോൾ എന്തായാലും എടുത്തിട്ട് നോക്കാം. വെറുതെ അടുത്ത പിക്ക് പോയിന്റിൽ എത്തിയിട്ടാ. ഇവിടെ വന്നത് ഇങ്ങനെ നിൽക്കാണ്. അപ്പോൾ ആളെ വിളിച്ചപ്പോൾ ഇതും അതേമാതിരി തന്നെയാണ്. എന്താ പറയുക, വിളിച്ച ആളല്ല, വേറെ ആൾക്ക് വേണ്ടിയിട്ടാണ് ബുക്ക് ചെയ്തേക്കണേ. ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ടത്. ഇപ്പോൾ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. 4 കിലോമീറ്റർ അപ്പുറത്ത് പിക്കപ്പ് പോയിന്റ് കാണിച്ചിട്ടാണ് ഞാൻ എടുക്കാൻ വന്നത്. വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? ദൈവമേ, ഞാനിപ്പോൾ ഇവിടെ കിടക്കാണ്. ഈ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഇത് എടുത്തിട്ട് പോവാം. 5 മിനിറ്റ് ആയിട്ടാ, ഇതുവരെയായിട്ട് ആള് വന്നിട്ടില്ല. ഞാൻ വേണ്ടി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇട്ടേക്കണേ. ഇന്നത്തെ ദിവസം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 82 കിലോമീറ്റർ ഓടി. ആകെ ഓടിക്കണത് 388 രൂപ. എന്തായാലും ഭയങ്കര സന്തോഷമായി ഗൈസ്, ഭയങ്കര സന്തോഷമായി. എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാം. അയ്യോ ദൈവമേ, എനിക്ക് കരയണോ ചിരിക്കണം എന്നിട്ടാന്ന് അറിയില്ല, ഭ്രാന്ത് പിടിച്ചിട്ടിരിക്കണേ. എൻ്റെ ദൈവമേ, വേറെ 15 മിനിറ്റ് ആയിട്ട് 15 മിനിറ്റ്. ഞാൻ അവർ ഫസ്റ്റ് വെച്ച കോളും ഇപ്പം ലാസ്റ്റ് ഞാൻ അങ്ങോട്ട് വിളിച്ച കോളിൻ്റെ ടൈം കാണിച്ചു തരാം കേട്ടോ. ഞാൻ മേളിൽ എഴുതി കാണിച്ചു തരാം. എനിക്കിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് മൊത്തത്തിൽ പ്രാന്ത് പിടിച്ചിട്ട്, അതായത് സാധാരണ പ്രാന്ത് പിടിച്ച് കഴിഞ്ഞാൽ ദേഷ്യം വരല്ലേ ചെയ്യുക. എനിക്ക് ദേഷ്യം അടുത്തത് എൻ്റെ ദൈവമേ, ഒരാൾ വരുന്നുണ്ട്. ആണോ നോക്കാം. അത് 200 210 200 എത്രയാണ്ട് രൂപയുള്ളൂ. അതിനിപ്പോൾ ഞാൻ 15 മിനിറ്റ് വെയിറ്റിങ്. എൻ്റെ ദൈവം, ഇനി മേലൊക്കെ ഞാൻ തൃശ്ശൂർ വരില്ല കേട്ടോ. അതായത് കസ്റ്റമർ ബുക്ക് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല, ഇത് വേറെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് അവരുടെ നമ്പറെങ്കിൽ ഇതിനകത്ത് കൊടുത്തൂടെ? എൻ്റെ ദൈവം, ഇതിപ്പോൾ പ്രാന്ത് പിടിച്ച് പണ്ടാറടങ്ങിയിട്ട് നിൽക്കണേ. ഇങ്ങനത്തെ ഒരു അവസ്ഥ ആദ്യമായിട്ടാണ്ടോ. അത് ഒരു പ്രാവശ്യം ഇല്ല, ഇന്നത്തെ ദിവസത്തിൽ 2 പ്രാവശ്യം ഇങ്ങനെയൊക്കെ വരാറുണ്ട്. പക്ഷെ എന്നാലും ഇത്രയും ഒരു ബുദ്ധിമുട്ടൊന്നും വരാറില്ല. ഇങ്ങനൊരു സംഭവം.
പോസ്റ്റാണ് കേട്ടാ. എന്താ ഒരു വണ്ടിയിലൊരു സാധനം ഉണ്ടായിരുന്നതേ, അത് ഇറക്കി കൊണ്ടുപോകുമ്പോഴേക്ക എന്റെ ദൈവം ഇന്ന് മൊത്തത്തില് കോമഡി കേട്ടാ. കോമഡി അല്ല, അതായത് എനിക്ക് വട്ടായിട്ട് ചിരിക്കണതാണ്. അപ്പൊ എന്തായാലും ഓക്കെ ചമാരെ, നമ്മൾ ആ ട്രിപ്പും ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതിലും ഭയങ്കര ട്വിസ്റ്റാണ്. എന്റെ പൊന്നൊന്ന് ട്വിസ്റ്റോട് ട്വിസ്റ്റിക്ക് പ്രാന്തടിച്ച് എനിക്ക് എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല. അതായത് സന്തോഷമാണ്, എനിക്ക് വട്ടായി, സത്യം പറഞ്ഞ വട്ടായി. ഇപ്പൊ ആ ട്രിപ്പ് ആഡ് സ്റ്റോപ്പ് ആഡ് ചെയ്ത് അവിടെ നിർത്തിയെടുത്ത്, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആഡ് സ്റ്റോപ്പ് നോക്കി 10 മീറ്റർ അപ്പുറത്ത്, ഗൂഗിൾ മാപ്പിന്റെ കുഴപ്പമാണ് എന്താണെന്ന് അറിയില്ല, 10 മീറ്റർ അപ്പുറത്ത് വണ്ടി നീങ്ങിയപ്പോഴത്തേനും യു അറൈവ്ഡ്. പിന്നെ അവൻ്റെ ഫോണിൽ നോക്കിയപ്പോൾ അവൻ്റെ ഫോണിൽ ആ ഡെസ്റ്റിനേഷൻ കാണിക്കണേ. അപ്പം ആള് പറഞ്ഞു എന്തായാലും കാര്യം ചെയ്യും, അത് ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാനത് ക്യാൻസൽ ചെയ്തപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്ത സ്പോട്ടിൽ എനിക്ക് അടിച്ച്. അപ്പം ഇവനവിടെ ബുക്ക് ചെയ്യുക, ഞാനത് അപ്പം പറഞ്ഞു അപ്പം എന്താ നോക്കിയപ്പോൾ അയ്യന്തോള്. ഓക്കെ, ഇവനും പോകേണ്ടത് അയ്യന്തോള്. അപ്പോൾ നീയല്ലേ ബുക്ക് ചെയ്യണേ, ഇത് നീയല്ലേ? അയ്യന്തോൾ തന്നെയല്ലേ? അതെ. ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോ ഏതൊരു ബംഗാളിയാണ് വിളിച്ചേക്കണേ. ഇങ്ങേരെ അടുത്ത് പറഞ്ഞത് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു, മനസ്സിലാക്കാൻ പറ്റുമോ? ഓൾറെഡി ഞാൻ ഇന്ന് 2 ക്യാൻസൽ ചെയ്തു. ഇനിയിപ്പോ ഇതും കൂടി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ പണ്ടാറടങ്ങിയിരിക്കും. ഇങ്ങേര് ക്യാൻസൽ ചെയ്യണില്ല, ഇവരാണെങ്കിൽ വേറെ വണ്ടിയിൽ പോകണില്ല. ഞാൻ എന്ത് ചെയ്യാതെ വെച്ചിട്ട് എനിക്ക് പ്രാന്തൊടിച്ച് പണ്ടാറടങ്ങി നിൽക്കുക. പുള്ളിയുടെ അടുത്ത് ക്യാൻസൽ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ച് കോൾ വിളിച്ച് പറഞ്ഞ് എന്തോ ഭയങ്കണ്ടാളും ക്യാൻസൽ ചെയ്തിട്ടാ. പിന്നെ എന്നിട്ട് ലാസ്റ്റ് അവൻ്റെ ഓട്ടോ ഒന്നും ചെയ്യണ്ട, മറ്റോളം ഓഫ്ലൈനായിട്ട് കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് വിട്ടു. എൻ്റെ ദൈവമേ, ഇങ്ങനെ ഒരാക്കം വരുത്തിയരുത്. ഇന്നത്തെ ദിവസം എന്തായാലും അടിപൊളി. ഞാനിപ്പോൾ ഇന്നത്തെ ദിവസേ 94 കിലോമീറ്റർ ഓടിയിട്ടാ. 94 കിലോമീറ്റർ CNG 3 കട്ട. എനിക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. ഇമ്മാരി ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മാരി ഓട്ടം ആദ്യമായിട്ടാണ് എനിക്ക്. ഇനി അടുത്ത ഓട്ടം അതേ വരുന്ന അടുത്ത കോള്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 2 ട്രിപ്പും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാ. അപ്പോൾ CNG 2 കെട്ടേ ഉള്ളൂ. അപ്പോൾ അതേ CNG അടിക്കാൻ വേണ്ടിയിട്ട് കയറിയേക്കാണ്. അവിടെ ബസ് അടിച്ചുകൊണ്ടിരിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടിക്കാൻ. അപ്പോൾ അങ്ങനെയാണ് ഇന്ന്. അത് ഒക്കെ എടുത്തിരിക്കുന്ന ഒക്കെ ട്രിപ്പ് 3 കിലോമീറ്റർ 4 കിലോമീറ്റർ പിക്കപ്പ് പോയിന്റ് ആണ് കേട്ടോ. ഭയങ്കര ശോകമാണ്. എന്തായാലും എടുക്കാൻ അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. നമ്മള് 594 രൂപയ്ക്ക് CNG അടിച്ചിട്ടുണ്ടല്ല. ട്രിപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഊബർ വീണ്ടും ഓൺ ചെയ്യാം. ഞാൻ ഓഫ് ചെയ്തൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ എങ്ങാനും മറ്റേ സാധനം പോകണ്ട, മഹീന്ദ്രയുടെ BS6. അപ്പം എന്തായാലും ഇനി അടുത്തത് നോക്കാം. ചമാരതെ 2 ഓട്ടം കൂടി ചെറുത് 100ൻ്റെ ഒരു 95ൻ്റെ ഓട്ടം കംപ്ലീറ്റ് ചെയ്തേക്കിരിക്കാം. അത് ഈ പറഞ്ഞ മാതിരി 2 ഓട്ടം, ഒരെണ്ണം 1 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ടായുള്ളൂ, ഒരെണ്ണം 4 കിലോമീറ്റർ. അപ്പോൾ അങ്ങനെ അതും കംപ്ലീറ്റ് ഇരിക്കുകയാണ്. 6 കിലോമീറ്ററൊക്കെ കേട്ടോ ഓട്ടം. എന്തായാലും എന്തെങ്കിലും ആവട്ടെ, വേറെ ഒന്നും പറയാനില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ്. എന്തായാലും അടുത്തത് വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ പോലീസ് അക്കാഡമിയുടെ ഒക്കെ ആ ഒരു ഭാഗത്താണ് നിൽക്കണേ. ഇനിയിപ്പോൾ അടുത്ത് ഇവിടെ നിന്ന് കിട്ടുമോ നോക്കാം. നമ്മളിവിടെ 10 മിനിറ്റ് ആയിട്ട്. അപ്പോൾ ഞാൻ വിളിച്ചു, ഇവിടെ ആളെ കാണാണ്ട് വിളിച്ചപ്പോൾ അതെ ആള് അവിടെ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുകയെന്ന്. ദൈവമേ, എനിക്ക് വയ്യ. അപ്പോൾ ചമാരെ ആ ട്രിപ്പൊക്കെ ക്ലോസ് ചെയ്ത് പുഴക്കിലോ നിൽക്കണം കേട്ടോ. 1 മണിക്കൂറായി, ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ എന്തായാലും നോക്കാം, അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാനാ. അപ്പോൾ ചമാരത് ഒരു 7:15 കേട്ടാ. വലിയ രക്ഷയൊന്നുമില്ല. ഒരു 1500 രൂപയ്ക്കൊക്കെ ഓടിയിട്ടുള്ളൂ ഈ നേരമായിട്ട്. എന്തായാലും 2 കൂടി എടുത്തിട്ട് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങിൽ നിൽക്കണേ. നോക്കാം. എന്തായാലും 1 കൂടി എടുത്തിട്ട് ഡെസ്റ്റിനേഷനോടുള്ള പ്ലാനിങ്ങില്ല, ചാലക്കുടി ഭാഗത്തേക്ക്. ഇപ്പം ഏതായാലും കിട്ടുമൊന്നുമില്ല ചാലക്കുടിക്ക്. എന്തായാലും കിട്ടണോടത്തേക്ക് എടുത്തിട്ട് പോവാം. അപ്പം എന്തായാലും നോക്കാം. ഇവിടെ കിടന്നിട്ട് ഒരു രക്ഷയില്ല കേട്ടാ. പതുക്കെ തെറിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. എന്തായാലും ഇനിയിപ്പോൾ 7:45 കണ്ട, 7:45. ഇവിടെ 7:30 ഇപ്പോൾ വന്ന് കിടക്കാം. 7 മണിയല്ലേ, ഇപ്പോൾ 7 മണിയായിപ്പോൾ വന്ന് കിടക്കണതാ. പിന്നെ ഈ പതുക്കെ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകാം. 1 കൂടി എടുത്തിട്ട് ഡെസ്റ്റിനേഷൻ ഇടാനുള്ള പ്ലാനിങ്ങിൽ നിൽക്കണേ. അപ്പം എന്തായാലും പോകാം, വെറുതെ കിട്ടുമോ നോക്കാം. നമ്മൾ രാവിലെ അടിച്ചു എന്ന് പറഞ്ഞില്ലേ, മറ്റേ കല്ലൂരി വഴി ഞാൻ പോകാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ടോൾ എടുക്കാണ്ട്. ആ വഴിയിലേക്ക് ലാസ്റ്റ് ഒരു ഓട്ടം കിട്ടിയിട്ട് ലൊക്കേഷൻ ഒട്ടൊന്നുമല്ല, ആ ഭാഗത്തേക്ക് കിട്ടി. അപ്പോൾ അതെ വീട്ടിലേക്ക് ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും അടിക്കുകയാണെങ്കിൽ ഞാൻ എടുക്കും, കാരണം ഇന്നും ചൊവ്വിന് ഓടാൻ പറ്റിയിട്ടില്ല. രാവിലെ 6 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, എന്നിട്ടാണ് ഈ ഒരു ഇത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കിട്ടാച്ച ഞാൻ എടുക്കും.
അങ്ങനെ മച്ചന്മാരെ നമ്മളത് അവിടുന്നത് ആമ്പല്ലൂരിൽ നിന്നും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. അപ്പോൾ CNG ഒക്കെ അടിച്ച് വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യമായിട്ടൊന്ന് CNG അടിക്കണ ട്രിപ്പാക്കി ഇട്ടിട്ടുണ്ട്. ഇന്ന് നമ്മളാകെ ഓടിയിരിക്കുന്നത് 199 കിലോമീറ്റർ ആയിട്ടാണ് നിലവിൽ. 2 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ട്രിപ്പ് ഇട്ടിട്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. ഇപ്പോൾ ഒരു 201 കിലോമീറ്ററായി. ഇനി ഇവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് 30 കിലോമീറ്റർ ഉണ്ട്. അതും കാര്യം അടിച്ച് കൊണ്ടിരും. ഇവിടെ ചാലക്കുടിക്ക് എന്തായാലും ഓട്ടം കിട്ടൂലല്ലേ. അപ്പം എന്തായാലും ഇവിടെ കിടന്നിട്ടൊന്നും ഇതിലിട്ടൊരു അടിപോലെ അടിച്ചിട്ടില്ല. ഞാനപ്പോൾ എന്തായാലും ഊബർ ഓഫ് ചെയ്യാൻ പോകണേന് കേട്ടാ. വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാണിച്ചു തരാം. അച്ഛന്മാരെ നമ്മൾ വീടിൻ്റെ അടുത്ത് എത്താറായിട്ടാ. ഇവിടെ കിലോമീറ്റർ നോക്കിക്കോട്ടെ. കിലോമീറ്റർ 217. ഇവിടുന്ന് 2 കിലോമീറ്ററും കൂടി ഉണ്ട് വീട്ടിലേക്ക്. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ട്രിപ്പ് ഇട്ടതും. ഒരു 220 കിലോമീറ്റർ ഓടി. അതേപോലെ തന്നെ സമയം കണ്ട ഇപ്പോൾ 10:30 വീട്ടിലെത്തുമ്പോൾ 10:30 കഴിയും. എന്തായാലും 10:30 നമ്മൾ രാവിലെ 6:30 ഇറങ്ങിയതാണ് കേട്ടോ. 6:05 ഞാൻ ഓൺലൈനിലാക്കി. എന്നിട്ടാണ് ഇപ്പോൾ 220 കിലോമീറ്റർ 6 എന്ന് പറയുമ്പോൾ 7, 8, 9, 10, 14 മണിക്കൂറായിട്ടുണ്ട്. അതിലും കൂടുതലായിട്ടുണ്ടാവും. എന്നിട്ട് ഇപ്പോൾ ഓടിയേക്കണത് കാണിച്ചു തരാം കേട്ടോ. നമ്മളിന്ന് ഓടിയേക്കണത് ആകെ 2330 എത്രയോ അത്രയാണ് ഇന്ന് ആകെ ഓടിയേക്കണത്. വള്ളികൾ എന്ന് പറഞ്ഞാൽ മൊത്തം പ്രാന്തായിരുന്നു മച്ചാന്മാരെ. ഫുൾ സീൻ. ഫസ്റ്റ് മറ്റേ എന്താ പറയാ, ആ ഹോസ്പിറ്റലിൽ തുടങ്ങിയതാ അത് മുതൽ പിന്നെ ഒക്കെ ഭയങ്കര ലാഗായിരുന്നു. സാധാരണ ഇത്രയും പോസ്റ്റ് വരാറില്ല. പിന്നെ അത് മാത്രമല്ല തൃശ്ശൂർ പിക്കപ്പ് പോയിന്റ് ഭയങ്കര കൂടുതലാണ്. ഏറ്റവും നല്ലത് നമ്മൾ കസ്റ്റമറിൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ച് ഒക്കെ സെറ്റാക്കിയതിന് ശേഷം പോകണമെന്ന് നല്ലത്. അല്ലെങ്കിൽ ലാസ്റ്റ് അവിടെ 10 കിലോമീറ്റർ 5 കിലോമീറ്റർ പിക്കപ്പ് പോയിന്റ് ഒക്കെ എടുത്തിട്ട്, അത് മാത്രമല്ല മറ്റേ എനിക്ക് ആ ഓട്ടം വന്നില്ലേ മറ്റേ വൈപ്പിനിക്ക് ഓട്ടം വന്നേക്കണത് ആകെ 800 സംതിങ് ആണ് എനിക്ക് കിട്ടുള്ളൂ. അതിനകത്ത് ടോളും കൂടി കൊടുക്കണം, നമ്മുടെ പാലിയേക്കര ടോള് അതും കൂടി ഇൻക്ലൂഡഡ് എന്ന് പറഞ്ഞാൽ കാണിച്ചേക്കണേ. ഈ പൈസ ഒക്കെ കൊടുത്തിട്ട് അതായത് അവിടെ നിന്ന് എത്രയായാലും 85 കിലോമീറ്റർ എന്തായാലും ഉണ്ടാവും കുറഞ്ഞത്. മെഡിക്കൽ കോളേജിൽ നിന്ന് വൈപ്പിനിക്ക് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് 10 കിലോമീറ്റർ അപ്പുറത്താണ് മെഡിക്കൽ കോളേജ് കിടക്കണേ. അപ്പോൾ അവിടെ നിന്ന് ഒരു 85 കിലോമീറ്റർ എന്തായാലും ഉണ്ട്. 85 കിലോമീറ്റർ ഒരു കിലോമീറ്ററിന് 11 രൂപയ്ക്ക് ആവുള്ളൂ ഒരു കിലോമീറ്റർ. അതിൽ ടോളും പോകണം. പിന്നെ എന്തിട്ടുള്ളേ 90 ടോളും പോകണം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് മൊത്തത്തിൽ ശകുനായിരുന്നു. അത് മാത്രമല്ലായിരുന്നു നമുക്ക് 110-ന്റെ 85-ന്റെ ഓട്ടോയ്ക്ക് ആയിരുന്നു എടുക്കാണ്ട് വേറെ നിവൃത്തിയില്ല. അങ്ങനെ ഇന്നിപ്പോൾ ഇത്ര ഓടി. പിന്നെ അത് മാത്രമല്ല എൻ്റെ ലൊക്കേഷൻ്റെയും കൂടിയും പ്രശ്നമുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ ഒന്നാമത് തൃശ്ശൂർ സിറ്റിയിൽ മാത്രമേ ഓട്ടുള്ളൂ. പിന്നെ എൻ്റെ വീടിൻ്റെ ഇവിടുന്ന് ഞാൻ കാലി പോകണം. അപ്പോൾ രാവിലെ 35 കിലോമീറ്റർ കാലി പോയിട്ടാണ് ഒരു ഓട്ടോ അടിച്ചത്. അത് നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ആ സ്കൂളിൽ നിന്ന് എടുത്ത ട്രിപ്പ് ഉണ്ടല്ലോ, അവർ ഞാൻ കാണിച്ചൊന്നുമില്ല. മറ്റേ ഇവിടേക്ക് അവർ പോയില്ലോ. അത് കഴിഞ്ഞിട്ട് ആഡ് സ്റ്റോപ്പ് കൊടുത്തിട്ട് എന്ത് ചെയ്ത് കഴിഞ്ഞാലും രണ്ടാമത്തെ സ്റ്റോപ്പ് 40 മീറ്റർ അപ്പുറത്തേക്ക് തന്നെ. അവരുടെ ഫോണിൽ നോക്കുമ്പോൾ അവരുടെ ഫോണിൽ കറക്റ്റ് കാണിക്കുന്നുണ്ട്. ഈ എന്താ പറയുക, അവരുടെ ഫോണിൽ കറക്റ്റ് മറ്റേ ഇത് കാണിക്കുന്നുണ്ട്, എന്താണ് ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ഫോണിൽ കാണിക്കുന്നില്ല. പക്ഷേ ഞാൻ 40 മീറ്റർ പോണ വഴിയിൽ നിന്ന് ഓടിപ്പിച്ചപ്പോഴേക്കും എൻ്റെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ കാണിക്കണേ. പിന്നെ ഞാനപ്പോൾ എന്തിട്ട് ചെയ്യണ്ടേന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. എനിക്ക് തൃശ്ശൂരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രിപ്പ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ആ ഡെസ്റ്റിനേഷൻ എത്താറാകുമ്പോഴേക്കും നമുക്ക് അടി വന്നു തുടങ്ങും. എന്നിട്ട് ലാസ്റ്റ് എനിക്ക് അടി വന്നപ്പോൾ ആ ഓട്ടോ എടുക്കാണ്ടായി 3-4 അടി വന്നു. പിന്നെ അവരത് ക്യാൻസൽ ചെയ്യുക ചെയ്തേ. എന്നിട്ട് അവരത് ക്യാൻസൽ ചെയ്ത് അവർ വീണ്ടും യൂബറിൽ തന്നെ ബുക്ക് ചെയ്തപ്പോൾ എന്നിട്ട് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ സ്പോട്ടിൽ തന്നെ അയ്യന്തോളം അടിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് വേറെ ആൾ അയ്യന്തോളം അടിച്ചതായിരുന്നു. എന്നിട്ട് അത് വിളിച്ച് ക്യാൻസൽ ചെയ്ത്. കാരണം ഇന്നത്തെ ദിവസം ഞാൻ രാവിലെ ഒരെണ്ണം ക്യാൻസൽ ചെയ്ത്, അത് കഴിഞ്ഞിട്ട് മറ്റേ ആ വൈപ്പിനിക്ക് പോണത് ക്യാൻസൽ ചെയ്ത്, പിന്നെ ഇതും കൂടി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഊബർ തന്നെ പുറത്താക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ അത് ചെയ്തില്ല. അപ്പോൾ അങ്ങനെയായിരുന്നു. പിന്നെ അത് മാത്രമല്ല, പിന്നെ അതിൻ്റെ ഇടയിൽ ഒരെണ്ണം ബ്യൂട്ടി പാർലറിൽ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത്രേ. പിന്നെ എന്തിനാണോ വണ്ടി ബുക്ക് ചെയ്തേക്കണത് ഇത്ര നേരത്തെ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് വിളിച്ചാൽ പോരായിരുന്ന? വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിയിട്ട് പ്രാന്തായിരുന്നു. ഇത് മൊത്തത്തിൽ വെറുതെ വേസ്റ്റ് ആയിപ്പോയി. ഇങ്ങനെ ഒരു ദിവസം ഞാൻ ആദ്യമായിട്ടാ. അപ്പോൾ അതെ വീട്ടിലെത്തിയിട്ടാ കിലോമീറ്റർ കാണിച്ചു തരാം. അങ്ങനെ 220 പറഞ്ഞില്ലേ, 222 നമ്മൾ ഓടാനുള്ളതൊക്കെ കൂട്ടി 222. പിന്നെ 2 പ്രാവശ്യം കേട്ടോ CNG അടിച്ച്. ഒരു ഫസ്റ്റ് നമ്മൾ 500 രൂപയ്ക്ക് അടിച്ച് 600 രൂപയുടെ അടുത്ത് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് ഇപ്പോൾ ഒരു 300 സംതിങ്, അങ്ങനെ 600 950 രൂപ
എനിക്ക് CNG അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കാൽക്കുലേഷനൊക്കെ വീട്ടിൽ കയറിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ മച്ചാന്മാരെ നമ്മളിന്ന് 2330 രൂപയുണ്ടോ ഓടിയിരിക്കണേ. പിന്നെ അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നാളെ പറയുന്നതായിരിക്കും കേട്ടോ. നാളെ ഇതിൻ്റെ അതായത് വള്ളികൾ കിട്ടിയ മാത്രമായിട്ടുള്ള ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ നാളെ ഇടുന്നതായിരിക്കും കേട്ടോ, 5 മണിക്ക് ആകുമ്പോൾ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കാൽക്കുലേഷൻ കാര്യങ്ങൾ ചെയ്യട്ടെ. നമുക്ക് 13 ട്രിപ്പാണ് കംപ്ലീറ്റ് ചെയ്തത്. അതേമാതിരി അങ്ങനെ 2330 രൂപയ്ക്ക് ഓടി 594 രൂപയ്ക്ക് ആദ്യം CNG അടിച്ച് അത് കുറച്ചും. പിന്നെ 321 രൂപയ്ക്ക് രണ്ടാമത് CNG അടിച്ചിട്ട് 22 രൂപയ്ക്ക്. അങ്ങനെ 1414 രൂപ ബാലൻസ്. അതിൽ നമ്മൾ രാവിലെ ഒരു 106 രൂപയ്ക്ക് ഭക്ഷണം കഴിച്ച് ഉച്ചക്കത്തേക്കും കൂടി. പിന്നെ അതേപോലെ തന്നെ 80 രൂപയ്ക്ക് വൈകുന്നേരം കഴിച്ചു. അതിൻ്റെ ഇടയിൽ ഒരു 40 രൂപയ്ക്ക് കൂടി കഴിച്ചു. അങ്ങനെ ബാലൻസ് എനിക്ക് ആകെ കിട്ടിയിരിക്കുന്നത് 1188 രൂപ കേട്ടോ. ഇത്ര ഇപ്പോൾ എടുത്ത് മണിക്കൂർ കിടന്നുറങ്ങിയിട്ട് കിട്ടിയേക്കണത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സെക്കൻഡ് പാർട്ട് വീഡിയോ ഉണ്ടാവും കേട്ടോ.